ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മളൊന്ന് വായിക്കാൻ ആരംഭിക്കുന്ന ചെറിയ ഒരു റിസാല, വസിയ്യത്തുൽ ആലിമുൽ ജലീൽ മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ്. ഹംബലി ഫിഖ്ഹിൽ വളരെ പ്രശസ്തമായ ഒരു കിതാബാണ് അൽ മുഗ്നി എന്ന് പറയുന്നത്. അതുപോലെ വേറെയും ധാരാളം കിതാബുകൾ രചിച്ചിട്ടുള്ള വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, ഇമാം ഔസാഇക്ക് ശേഷം ഷാമിൽ ഇദ്ദേഹത്തെക്കാൾ ഇൽമുള്ള ഒരാളും വന്നിട്ടില്ല എന്നാണ്. മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ്. ഇബ്നു ഖുദാമ എന്ന് പൊതുവെ അറിയപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹം നൽകിയ ഒരു വസിയ്യത്താണ് ഈ കിതാബ്. വസിയ്യത്തുകൾ, ഉപദേശങ്ങൾ, അത് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ വളരെയധികം ഉപകരിക്കുന്ന കാര്യമാണ്. കാരണം മനുഷ്യരെല്ലാവരും എല്ലാ സമയവും ഒരേപോലെ, മനുഷ്യരെന്ന് ഉദ്ദേശിച്ചത് മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ ഒരേപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലും എല്ലാം ആയിക്കൊള്ളുന്നില്ല. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അള്ളാഹുവിനെ കുറിച്ച് ദിക്റുള്ള സമയം ഉണ്ടാവും, ഗഫലത്തിലുള്ള സമയം, അശ്രദ്ധമാകുന്ന സമയം ഉണ്ടാവും. ചിലപ്പോൾ നന്മകളിൽ മുന്നേറുന്ന സമയമുണ്ടാവും, തിന്മ സംഭവിക്കുന്ന സമയമുണ്ടാവും. അപ്പൊ ഏതൊരാൾക്കും ഉപദേശം ഉപകരിക്കുന്ന, അവന്റെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അതും പ്രത്യേകിച്ച് ഇൽമുള്ള പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ അവരുടെ അറിവിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഉപദേശങ്ങൾ തുടക്കക്കാരായിട്ടുള്ള, ദീന് പരിശീലിച്ച് തുടങ്ങുന്ന നമുക്കെല്ലാം, കൂടുതൽ അറിവ് കുറഞ്ഞ നമുക്കെല്ലാം കൂടുതൽ ഉപകരിക്കുന്നതാവും. അദ്ദേഹം റിസാല ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ദിൽ വജ്ഹിൽ കരീം والفضل العظيم والمن القديم وصلى الله على سيدنا محمد خاتم النبيين وآله أجمعين. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ അവിടുത്തെ കുടുംബത്തിന്റെ മേലെയും സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, അമ്മാ ബഅദ് فقد سألني بعض إخواني الصالحين أن أكتب له وصية. അദ്ദേഹം പറയാണ്, എന്നോട് സ്വാലിഹീങ്ങളിൽപ്പെട്ട വളരെയധികം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നമ്മുടെ ചില സഹോദരങ്ങൾ അവർക്കൊരു വസിയ്യത്ത് എഴുതി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫംതനഅതു മിൻ ദാലിക്, ഞാൻ അതിന് വിസമ്മതിച്ചു, ഞാൻ അതിന് തയ്യാറായില്ല. ലിഇൽമി അന്നി ഗൈറു മുസ്തൗസിൻ ഫീ നഫ്സി വലാ ആമിലിൻ ബിമാ യൻബഗി. അതിനുള്ള കാരണം എനിക്കറിയാം, ഞാൻ എന്നോട് തന്നെ ഒരു വസിയ്യത്തില്ലാത്ത, സ്വന്തത്തിനോട് ഒരു വസിയ്യത്ത് നൽകാത്ത ഒരാളാണ്, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു അമലുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാത്ത ഒരാളാണ് എന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹത്തിന്റെ തവാളു കൊണ്ട് പറയുന്ന. ثم بدا لي ان اجيبه الى مسألته. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, അവരാവശ്യപ്പെട്ട പ്രകാരം ഞാൻ അതിനൊരു ഉത്തരം ചെയ്യാൻ, മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. رجاء ثواب قضاء حاجة الأخ المسلم. അതിനുള്ള കാരണം എന്താണ്? ഒരു മുസ്ലിമായ സഹോദരന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതോടുകൂടി ലഭിക്കുന്ന പ്രതിഫലം അത് പ്രതീക്ഷിച്ചുകൊണ്ട്, വദുആഇഹി ലി, എനിക്ക് വേണ്ടി അവന്റെ ദുആ ലഭിക്കുമെന്നുള്ളത് കൊണ്ട്, വഅൻ യുജ്രി ലി അജ്റൻ ഇദാ അമില ബിവസിയ്യതി,
എന്റെ ഈ വസിയ്യത്ത് കൊണ്ട് കർമ്മം ചെയ്താൽ അതിന്റെ ഒരു പ്രതിഫലം എനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വഅൻ അകൂന മിനദ്ദാലീന അലൽ ഖൈർ ഹീന അജിസ്തു അൻ അമലിഹി, അങ്ങനെ കർമ്മം ചെയ്യാൻ ഞാൻ ദുർബലനായിട്ടും ഒരു നന്മ അറിയിച്ചതിന്റെ പ്രതിഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. ഒരു നന്മ അറിയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആ നന്മ ചെയ്യുന്നവന്റെ അതുപോലെ പ്രതിഫലം ഈ അറിയിച്ചവനുമുണ്ട്, ബാക്കിയുള്ള ചില നിബന്ധനകൾ യോജിച്ചു വന്നു കഴിഞ്ഞാൽ. അപ്പൊ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ലിയകൂന ബിദലാലതി അലൈഹി കഫാഇലിഹി, അദ്ദേഹം പറയാണ് അറിയിച്ച ഒരാൾ പ്രവർത്തിച്ചവനെ പോലെയാണ് എന്നുള്ളത് കൊണ്ട്. വല അഅമാലു ബിന്നിയ്യാത്ത്, ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് കർമ്മങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം പറഞ്ഞു. അപ്പോ കർമ്മങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു തൗഫീഖില്ല. അതുപോലെ തന്നെ അവന്റെ മേലെ ഞാൻ ബലമേൽപ്പിക്കുന്നു, അവനിലേക്ക് പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുകയും ചെയ്തു, ഇനാബത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇമാം റഹിമഹുല്ലാ അദ്ദേഹം പറയാണ് ഫഅഖൂലു വഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞാൻ പറയുന്നു അല്ലാഹു നമുക്ക് മതിയായവനാണ്, ഏറ്റവും നല്ല ബലമേൽപ്പിക്കുന്നവനായിട്ട്. ഇഅലം റഹിമകല്ലാഹ്, അല്ലാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ, നീ മനസ്സിലാക്കണം അന്ന ഹാദിഹി ദുനിയ മസ്റഅത്തുൽ ആഖിരീൻ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരലോകത്തിന്റെ ഒരു വിളസ്ഥലമാണ്. വമജ്ജറു അർബാഹിഹ, പരലോകത്തേക്കുള്ള ലാഭം കൊയ്യാനുള്ള കച്ചവടമാണ്. വമൗദിഉ തഹ്സീലിസ് സാദി മിൻഹാ വൽ ബദാഇഹി റാബിഹ, പരലോകത്തേക്ക് ആവശ്യമായിട്ടുള്ള പാതേയവും വിഭവങ്ങളുമെല്ലാം നേടാനുള്ള സ്ഥലമാണ്. ബിഹാ ബറസസ് സാബിഖൂൻ വഫാസൽ മുത്തഖൂൻ വഅഫ്ലഹസ് സാദിഖൂൻ വറബിഹൽ ആമിലൂൻ വഖസിറൽ മുബ്തിലൂൻ, ഈ ദുനിയാവ് കൊണ്ടാണ് മുന്നിട്ടവർ അവർ മുന്നിട്ടവരായി മാറിയത്, മുത്തഖീങ്ങൾ വിജയിച്ചത്, സത്യസന്ധർ വിജയം നേടിയത്, അതുപോലെ തന്നെ പ്രവർത്തിച്ചവർ ലാഭം കൊയ്തത്, നഷ്ടക്കാരായി അനാവശ്യ കാര്യങ്ങൾ മുഴുകിപ്പോയവർ ഖേദത്തിലായതും ഈ ദുനിയാവ് കൊണ്ടാണ്. അതായത് ദുനിയാവ് യഥാർത്ഥത്തിൽ എന്താണ്? ദുനിയാവ് നമുക്ക് കാലാകാലം ജീവിക്കാനുള്ള ഒരു സ്ഥലമാണോ? അല്ല. പരലോകത്തേക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കാനുള്ള ഒരു നിർണയിച്ച ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ, ചില മണിക്കൂറുകൾ, അത് മാത്രമാണ് ദുനിയാവ്. അതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ് വഅന്ന ഹാദിഹി ദാറ ഉംനിയതു അഹ്ലിൽ ജന്ന വഅഹ്ലിൻ നാർ, ഈ ലോകമുണ്ടല്ലോ, ഈ ദുനിയാവ്, അത് സ്വർഗാവകാശികളുടെയും നരകാവകാശികളുടെയും കൊതിക്കുന്ന കാര്യമാണ്, അവർ മോഹിക്കുന്ന കാര്യമാണ് ദുനിയാവ്. അഥവാ നാളെ പരലോകത്ത് മനുഷ്യർ നരകാവകാശികളും സ്വർഗാവകാശികളുമായി വേർതിരിഞ്ഞാൽ നരകത്തിലുള്ള ആളുകളും സ്വർഗത്തിലുള്ള ആളുകളും ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അദ്ദേഹം പറയാണ് ഖാല അല്ലാഹു തആല ഫി അഹ്ലിൻ നാർ, നരകാവകാശികളുടെ കാര്യം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, സൂറത്ത് ഫാത്തിറിലെ 37ാമത്തെ ആയത്താണ്. എന്താണ്? നരകത്തിൽ കിടന്ന് വെന്തെരിയുന്ന ആളുകൾ, വഹും യസ്തരിഖൂന ഫീഹാ, അവരതിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും. റബ്ബനാ അഖ്രിജ്നാ, റബ്ബേ ഞങ്ങളെ ഒന്ന് പുറത്താക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതിരുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഒന്ന് പുറത്താക്കണം, നരകത്തിൽ നിന്ന് തിരിച്ചു ദുനിയാവിലേക്ക് ഞങ്ങളെ എത്തിക്കണം. അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിലെ 27ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു വഖാല സുബ്ഹാന വലൗ തറാ ഇദ് വഖിഫൂ അലൻ നാർ, നീ കണ്ടിരുന്നെങ്കിൽ, അവർ നരകത്തിൽ നിൽക്കുന്നത് കണ്ടിരുന്നെങ്കിൽ, ഫഖാലു, അവർ പറയും യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളെ ഒന്ന് മടക്കിയിരുന്നെങ്കിൽ, ദുനിയാവിലേക്ക് മടക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ കളവാക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്നവരായി ഞങ്ങൾ മാറുമായിരുന്നു. അപ്പൊ നരകത്തിൽ കിടക്കുന്ന ആളുകൾ എന്താ ആഗ്രഹിക്കുന്നത്? ഈ സ്വർഗത്തിലേക്കൊന്ന് ദുനിയാവിലേക്കൊന്ന് മടങ്ങിയിട്ട് അവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും കളവാക്കിയ കാര്യങ്ങളെ സത്യപ്പെടുത്തുകയും ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ. അപ്പൊ നരകാവകാശികൾ കൊതിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോഴുള്ളത്, നമുക്കിപ്പോഴുള്ള അവസരമാണ്. സ്വർഗാവകാശികളോ, അവരെന്തിനാ ദുനിയാവിലേക്ക് മടങ്ങാൻ കൊതിക്കുന്നത്? അവരും ആഗ്രഹിക്കുന്നത് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. وقال ابن مسعود فيما يرويه, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും
ഇന്ന അർവാഹ ശുഹദാ കതൈരി ഖുബ്രിൻ തസ്റഹു ഫിൽ ജന്നതി ഹൈതു ശാഅത്. ഷഹീദായി മരണപ്പെട്ട ആളുകളുടെ റൂഹുകൾ അതൊരു പച്ച നിറമുള്ള പക്ഷിക്കകത്തായിക്കൊണ്ട് സ്വർഗത്തിലൂടെ യഥേഷ്ടം പാറിക്കളിക്കുന്ന അവസ്ഥയിലായിരിക്കും. ثم تأوي إلى قناديل معلقة بالعرش. പിന്നെ അവർ അങ്ങനെ സഞ്ചരിച്ച് വന്ന് അർശിൽ തൂക്കിയിട്ടുള്ള ചില വിളക്കുകളെ പോലെയുള്ള അതുപോലെയുള്ള കൂടുകളിൽ അവരെന്ത് ചെയ്യും? അവർ വരും. ഫബൈനമാഹും കദാലിക്. അവരങ്ങനെ സ്വർഗത്തിലും അള്ളാഹുവിന്റെ അർശിന് ചുറ്റുമായിട്ട് അവര് യഥേഷ്ടം ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളിലായിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല അവരിലേക്കൊന്ന് നോക്കും, അവരെ ഒന്ന് ശ്രദ്ധിക്കും. ഫഖാല, എന്നിട്ട് പറയും, യാ ഇബാദി, എന്റെ അടിമകളെ, സലൂനി മാ ശിഅ്തും, നിങ്ങൾ എന്താ എന്നോട് ചോദിച്ചോളി. ഷഹീദായ മരണപ്പെട്ട ആളുകളോട് പറയും, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചുകൊള്ളി. ഫഖാലു, അവര് പറയും, യാ റബ്ബന നസ്അലുക അൻ തറുദ്ദ അർവാഹനാ ഫി അജ്സാദിന. ഞങ്ങൾ ചോദിക്കുന്നത്, റബ്ബേ, ഞങ്ങളുടെ റൂഹുകളെ ഞങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് മടക്കണം. ഇതിന് വേറെ ചില റിവായത്തുകളിൽ കാണാം, അവർ പറയും, അള്ളാഹ് ഞങ്ങൾ ഇനി എന്താണ് ആഗ്രഹിക്കാനുള്ളത്, ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹം ഇവിടെ ഉണ്ടല്ലോ. വീണ്ടും അള്ളാഹ് ചോദിക്കും. അങ്ങനെ അവർ പറയും, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. വീണ്ടും ചോദിക്കും. അങ്ങനെ അവസാനം എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് അവർ പറയുക. അവർ പറയും, ഞങ്ങളുടെ റൂഹുകളെ ഞങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ മടക്കണം. ثم تردنا الى الدنيا فنقتل فيك مرة أخرى. എന്നിട്ട് ആ ശരീരങ്ങളെ വീണ്ടും ദുനിയാവിലേക്ക് എത്തിക്കണം. എന്നിട്ട് നിന്റെ മാർഗത്തിൽ വീണ്ടും ഞങ്ങൾ കൊല്ലപ്പെടണം. വീണ്ടും ഞങ്ങൾ ഷഹീദായി ഒന്നുകൂടി കൊല്ലപ്പെടണം. فلما راى انهم لا يسالون الا ذلك تركوا. അങ്ങനെ അല്ലാഹു തആല എന്താണ്, തിരിച്ചു ദുനിയാവിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. വേറൊന്നും അവർക്ക് ചോദിക്കാനില്ല എന്ന് കാണുമ്പോൾ അവരെ വീണ്ടും അല്ലാഹു തആല ഒന്നും ചോദിക്കാതെ നിങ്ങൾ എങ്ങനെയാ സ്വർഗത്തിൽ ആസ്വദിച്ചോളൂ പറഞ്ഞ് വിട്ടുകയക്കും. അപ്പൊ സ്വർഗത്തിൽ വലിയ ആസ്വാദനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന എന്താണ്? ഒന്നുകൂടി കൂടുതൽ അള്ളാഹുവിന് വേണ്ടി കർമ്മം ചെയ്ത് മുന്നേറാൻ. എന്നിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാൻ, വഅലം യാ അഖി, എന്റെ സഹോദര, നീ മനസ്സിലാക്കണം, റഹിമക്കല്ലാഹ്, അന്ന അല്ലാഹു തആല ഖദ് അലിമ അന്നഹും യസ്അലൂന ദാലിക്. അല്ലാഹുക്ക് അറിയാം അവരിതാണ് ചോദിക്കാൻ. അല്ലാഹുക്ക് അറിയാം. വഅന്നഹും ലാ യുറദ്ദൂന ഇല ദുനിയ, അവർ ദുനിയാവിലേക്ക് മടക്കപ്പെടില്ല എന്നും അറിയാം. وإنما أراد إعلام المؤمنين الذين في الدنيا أن أمنيتهم في الجنة القتل في سبيله. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദുനിയാവിലുള്ള സത്യവിശ്വാസികളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്വർഗത്തിലുള്ള ആ ആളുകൾ പോലും കൊതിക്കുന്നത് ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എന്നാണ്. ലിയുറഗ്ഹിബഹും ഫീ ദാലിക്, ഈ മുഅ്മിനീങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം വർദ്ധിക്കാൻ, അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരിക്കുന്നതിന്റെ പ്രാധാന്യം അറിയാൻ, അതിനുവേണ്ടി പോരാടാനും വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ വിഷയം, നരകാവകാശികളാവട്ടെ സ്വർഗാവകാശികളാവട്ടെ, അവർ ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. നരകാവകാശികൾ അവർ ചെയ്യാതെ പോയ കർമ്മങ്ങൾ ചെയ്യാൻ, സ്വർഗാവകാശികൾ ഇനിയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് പറയാണ്, വഖാല ഇബ്രാഹിമു തൈമി റഹിമഹുല്ലാഹ്, സലഫുകളിൽപ്പെട്ട ഇബ്രാഹിം തൈമി റഹിമഹുല്ലാഹ് പറഞ്ഞു, മുസ്തിൽതു നഫ്സി ഫിൽ ജന്നതി. ഞാൻ എന്റെ സ്വന്തത്തിൽ ഞാനൊന്നിങ്ങനെ ആലോചിച്ചു നോക്കി. ഞാൻ സ്വർഗത്തിലാണ് എന്ന് ആലോചിച്ചു നോക്കി. ആകുലു മിൻ തിമാരിഹ, അതിലെ കായ്ക്കനികൾ ഭക്ഷിക്കുന്നത്, വഅാനിഖു അബ്കാറഹ, അവിടുത്തെ ഇണകളോടൊപ്പം ജീവിക്കുന്നത്, വഅതമത്തഉ ബിനഈമിഹ, അവിടുത്തെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നത്. ഫഖുൽതു ലിനഫ്സി, അപ്പൊ സ്വർഗത്തിൽ വെച്ച് ഞാൻ എന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി, യാ നഫ്സ്, ഏ നഫ്സേ, അയ്യ ശൈഇൻ തതമന്നൈൻ, നീ എന്താണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്? അഥവാ സ്വന്തത്തിൽ സ്വർഗത്തിലാണെന്ന് ചിന്തിച്ചിട്ട് അയാൾ സ്വർഗത്തിൽ വെച്ച് ചോദിച്ചു നോക്കുകയാണ് അദ്ദേഹം, നഫ്സേ, നീ എന്താണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്? ഫഖാലത്, അപ്പൊ നഫ്സ് പറയാണ്, ഉറദ്ദു ഇല ദുനിയ ഫഅസ്ദാദു മിനൽ അമലി അല്ലദീ നിൽതു ബിഹി ഹാദാ, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കിയിട്ട് എനിക്കിതെല്ലാം കിട്ടാൻ കാരണമായിട്ടുള്ള അമലുകൾ ഒന്നുകൂടി കൂടുതൽ ചെയ്യണമെന്നാണ്. ثم مثلت نفسي في النار, പിന്നെ ഞാൻ എന്നെ സ്വന്തത്തിൽ നരകത്തിലാണ് കിടക്കുന്നതെന്ന് ആലോചിച്ചു നോക്കി. നരകത്തിലാണെന്ന് ആലോചിച്ചു നോക്കി. احرق بجحيمها واجرع من حميمها واطعم من زقومها, അവിടുത്തെ നരകത്തിയിൽ വെന്തെരിയുന്ന അവസ്ഥയിൽ
സഖൂം ഭക്ഷിക്കുന്ന അവസ്ഥയിൽ, അങ്ങനെ ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ഫഖുൽതു ലിനഫ്സി, ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, അയ്യ ശൈഇൻ തതമന്നൈൻ, നരകത്തിൽ കിടക്കുമ്പോൾ നീ എന്താണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്? ഫഖാലത്ത്, പറഞ്ഞു, ഉറദ്ദു ഇല ദുനിയ ഫഅഅമലു അമലൻ അതഖല്ലസു ബിഹി മിൻ ഹാദാ, ദുനിയാവിലേക്കൊന്ന് മടങ്ങണം, എന്നിട്ട് ഇതിന്ന് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. ഫഖുൽതു ലിനഫ്സി, എന്റെ നഫ്സിനോട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അപ്പൊ ദുനിയാവിലുള്ളപ്പോ അദ്ദേഹം സ്വന്തത്തിനോട് പറയാണ്, യാ നഫ്സ് ഫഅൻത ഫിൽ ഉംനിയതി ഫഅമിലി, നീ നഫ്സേ, നീ ഇപ്പോ ആ അവസ്ഥയിലാണ്, നീ ഇപ്പോൾ ആ അവസ്ഥയിലാണ്, നീ അതുകൊണ്ട് കർമ്മം ചെയ്തോ, നീ അതുകൊണ്ട് കർമ്മങ്ങളിൽ മുന്നേറിക്കോ എന്ന് അദ്ദേഹം സ്വന്തത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ സ്വന്തത്തിൽ നമ്മുടെ കുറവുകളെ കുറിച്ച് ശരിക്കും ആലോചിക്കണം. നമ്മൾ തിന്മകൾ ചെയ്യാത്തവരാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ അത്രയും സുരക്ഷിതമായി തോന്നുന്നുണ്ടെങ്കിൽ സൽക്കർമ്മങ്ങളിൽ നമ്മൾ കുറവ് വരുത്തുന്നുണ്ടാകും. തിന്മകൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നാം അതിന് ഒഴിവാക്കി മുന്നേറേണ്ട സമയമായിട്ടുണ്ട്. ദുനിയാവ് എന്നുള്ളത് പരലോകത്തേക്ക് വിഭവങ്ങൾ ഒരുക്കാനുള്ള ഏറ്റവും ഉത്തമമായ സമയമാണ്. വകാന ബഅദു സലഫ്, സലഫുകളിൽ ചിലർ ഖദ് ഹഫറ ലിനഫ്സിഹി ഖബ്റൻ, അവർക്ക് വേണ്ടി ഖബർ കുഴിക്കുമായിരുന്നു. ഇത് വായിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അത് ഒരു ബിദ്അത്ത് ആയിക്കൊണ്ട് തെറ്റായ കാര്യമാണ് എന്നതായി ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞത് കാണാം. ഒരു ചിന്തക്ക് വേണ്ടി മാത്രം വായിക്കുകയാണ്. ഫൈദാ ഫതറ മിനൽ അമൽ നസല ഫീ ഖബ്രിഹി, അങ്ങനെ അവർ ഖബർ കുഴിച്ചു കഴിഞ്ഞാൽ അവർ ആ ഖബറിൽ ഇറങ്ങി നിൽക്കും. ഫതമദ്ദദ ഫീ ലഹ്ദിഹി, അങ്ങനെ ഖബറിൽ കിടക്കുന്ന സ്ഥലത്ത് അവരൊന്ന് കിടന്നു നോക്കും. തുമ്മ ഖാല, എന്നിട്ട് പറയും, യാ നഫ്സി, എന്റെ നഫ്സേ, ഖദ്ദിരി അന്നകി ഖദ് മുത്തി വസിർതി ഫീ ലഹ്ദിക്, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ മരിച്ചതിന് ശേഷം ഇതാ അങ്ങനെ ഖബറിൽ നിന്നെ കൊണ്ടുപോയി കിടക്കുന്ന അവസ്ഥ നീ ആലോചിച്ചു നോക്ക്. അയ്യ ശൈഇൻ കുൻതി തതമന്നൈൻ, നീ എന്തായിരിക്കും അപ്പൊ ആഗ്രഹിക്കുക, എന്തായിരിക്കും നീ കൊതിക്കുക? ഖാലത്ത്, അപ്പൊ നഫ്സ് പറഞ്ഞു, ഉറദ്ദു ഇല ദുനിയ ഫഅഅമലു ഫീഹാ സാലിഹൻ, ദുനിയാവിലേക്കൊന്ന് മടങ്ങണം, അവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഫയഖൂലു ലഹാ, അപ്പൊ ഞാൻ സ്വന്തത്തിനോട് പറഞ്ഞു, ഖദ് ബലഗ്തി ഉംനിയതക്, നീ ഇതാ ഇപ്പൊ നിന്റെ ആഗ്രഹം എന്താണ്, അഥവാ അന്ന് ഖബറിൽ കിടക്കുമ്പോൾ നീ എന്താണോ കൊതിക്കുക അതിലാണ് നീ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഫഖൂമി ഫഅമലി സാലിഹാ, നീ എഴുന്നേൽക്കുക, നീ സൽക്കർമ്മങ്ങൾ ചെയ്യുക. അതായത് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരിച്ച് മറ്റുള്ള ആളുകൾ നമ്മുടെ മയ്യത്ത് കഫൻ ചെയ്യുമ്പോൾ, ഖബറിൽ വെക്കുമ്പോൾ, പരലോകത്തെത്തുമ്പോൾ, നരകത്തിലോ സ്വർഗത്തിലോ ആവുമ്പോഴെല്ലാം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എന്താ ആഗ്രഹിക്കുക? നമ്മൾ സൽക്കർമ്മങ്ങൾ മുന്നേറാൻ ആഗ്രഹിക്കും, തിന്മ ഒഴിവാക്കാൻ ആഗ്രഹിക്കും. അത് നമുക്ക് ചെയ്യാൻ പ്രേരണയേകുന്ന കാര്യമാണ്. വഅലം റഹിമക്കല്ലാഹ്, എന്നിട്ട് അത് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാ, നീ മനസ്സിലാക്കണം, അന്ന അഹ്ലൽ ഖുബൂരി ഉംനിയതു അഹദിഹിം അയ്യുസബ്ബിഹ തസ്ബീഹതൻ തസീദു ഫീ ഹസനാതിഹി, ഖബറാളികളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ നന്മയിൽ ഒരു തസ്ബീഹെങ്കിലും വർദ്ധിച്ചിരുന്നെങ്കിൽ എന്നതാണ്. ഔ യഖ്ദിറ അലാ തൗബത്തിൻ മിൻ ബഅലി സയ്യിആതിഹി, അല്ലെങ്കിൽ അവർ ചെയ്തു പോയ ചില തിന്മകളിൽ നിന്ന് തൗബ ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നാണ്. ഔ റക്അത്തിൻ തർഫഉ ഫീ ദറജാതിഹി, അല്ലെങ്കിൽ അവരുടെ ദറജ ഉയർത്തുന്ന ഒരു റക്അത്തെങ്കിലും നിസ്കരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കിപ്പോഴുള്ള അവസരത്തെ നമ്മൾ ഉപയോഗിക്കണം. ഫഗ്തനിം റഹിമക്കല്ലാഹ്, അല്ലാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ, നീ ഇത് ഉപയോഗിക്കുക, നീ ഈ സമയം ഉപയോഗിക്കുക. ഹയാതക നഫീസ, നിനക്ക് മൂല്യവത്തായിട്ടുള്ള ഈ ജീവിതത്തെ, വഹ്തഫിൽ ബി ഔഖാതികൽ അസീസ, വളരെ മഹത്തരമായിട്ടുള്ള ഈ സമയത്തെ നീ ഉപയോഗപ്പെടുത്തുക എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് വീണ്ടും പറയാണ്, വഅലം, നീ അറിയണം, നീ മനസ്സിലാക്കണം, അന്ന മുദ്ദത ഹയാതിക മഹ്ദൂദതുൻ, നിന്റെ ഈ ജീവിതത്തിന്റെ സമയം, ഈ ജീവിതം അതൊരു പരിധി നിർണയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വഅൻഫാസക മഅദൂദതുൻ, നിന്റെ ഈ ശ്വാസോച്ഛ്വാസം അത് എണ്ണം തിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫകുല്ലു നഫസിൻ യൻഖുസു ബിഹി ജുസ്ഉം മിൻക, നീ ഓരോ തവണ ശ്വസിച്ച് ആ ശ്വാസം തിരിച്ചു വിടുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നൊരു ഭാഗമാണ് പോകുന്നത്. വൽ ഉംറു കുല്ലുഹു ഖസീറുൻ, നിന്റെ ആയുസ് മുഴുവൻ അത് ചെറുതാണ്. വൽ ബാഖി മിൻഹു ഹുവൽ യസീർ, അതിൽ ബാക്കിയായിട്ടുള്ളതാണെങ്കിലോ എളുപ്പമായിട്ടുള്ളതാണ്. വകുല്ലു ജുസ്ഇൻ മിൻഹു ജൗഹറത്തുൻ നഫീസത്തുൻ ലാ ഇദ്ദ ലഹാ വലാ ഖലഫ മിൻഹാ, ഇനിയുള്ള ഓരോ നിമിഷവും നിനക്ക് വളരെ വില പിടിച്ചിട്ടുള്ളതാണ്.
അത് വിലപിടിപ്പുള്ളതാണ്. അത് തിരിച്ചു ലഭിക്കുകയോ വീണ്ടും അത് നേടാൻ സാധിക്കുകയോ ഇല്ല. ഫഇന്ന ബിഹാദിഹിൽ ഹയാത്തിൽ യസീറ, ഈ നിസാരമായ വളരെ എളുപ്പത്തിലുള്ള ഈ ജീവിതം കൊണ്ടാണ് ഖുലൂദൽ അബ്ദി ഫിൻ നഈം ഔൽ അദാബൽ അലീം, ഒന്നെങ്കിൽ ശാശ്വതമായ അനുഗ്രഹം നിനക്ക് ലഭിക്കുക, അല്ലെങ്കിൽ ശാശ്വതമായി വേദനയേറിയ ശിക്ഷ നിനക്ക് ലഭിക്കുക. അത് ഈ കുറഞ്ഞ ദുനിയാവ് കൊണ്ടാണ്. ഇതിലേത് വേണം എന്ന് നീ ആലോചിക്കണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, വഇദാ ആദൽത ഹാദിഹിൽ ഹയാത ബിഖുലൂദിൽ അബദ്, നീ ഈ ജീവിതത്തെ ശാശ്വതമായ ആ പരലോക ജീവിതത്തിനോടൊന്ന് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അലിംത, നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അന്ന കുല്ല നഫസിൻ യഅദിലു അക്തറ മിൻ അൽഫി ആമിൻ ഫി നഈമിൻ ലാ ഹസറ ലഹു. നീ അത് പരിശോധിച്ചാൽ നിന്റെ ആ ഓരോ നിശ്വാസവും ഉണ്ടല്ലോ, അത് ആയിരക്കണക്കിന് വർഷങ്ങൾ നിനക്ക് അനുഗ്രഹം ലഭിക്കുന്ന, അല്ലെങ്കിൽ കണക്കില്ലാതെ അനുഗ്രഹം ലഭിക്കുന്നതിന് തുല്യമാണ്. അഥവാ ഇവിടുത്തെ ഓരോ നിമിഷവുമാണ് നാളെ ശാശ്വതമായ അനുഗ്രഹങ്ങൾ നിനക്ക് നേടിത്തരുന്നത്. ഔ ഖിലാഫി ദാലിക്, അല്ലെങ്കിൽ അതിനെതിരായിട്ട് ശാശ്വതമായ ശിക്ഷയ്ക്ക് കാരണമാകുന്നത്. വമാ കാന ഹാകദ ഫലാ ഖീമത ലഹു, ഇങ്ങനെ ഒന്നില്ലായിരുന്നെങ്കിൽ ഈ നിശ്വാസത്തിന് പിന്നൊരു വിലയില്ല, ഈ ആയുസ്സിന് പിന്നൊരു വിലയില്ല. ഇത് നമ്മുടെ ഈ ഓരോ നിമിഷവും നാളെ പരലോകത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിൽക്കുന്ന ശാശ്വതമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം, ചിന്തിക്കണം എന്ന് പറയാം. അദ്ദേഹം പറയാണ്, ഫലാ തുളയ്യ ജവാഹിറ ഉമരിക് അന്നഫീസത ബിഗൈരി അമലിൻ, നിന്റെ ഈ വിലപിടിച്ച മൂല്യവത്തായിട്ടുള്ള നിന്റെ ഈ ആയുസ്സിനെ ഒരു കർമ്മമില്ലാതെ നീ പാഴാക്കി കളയരുത്, സൽക്കർമ്മങ്ങളില്ലാതെ പാഴാക്കി കളയരുത്. വലാ തുദ്ഹിബ്ഹാ ബിഗൈരി ഇവദിൻ, പകരം പരലോകത്തൊന്ന് നേടാതെ നിരർത്ഥകമായി നീ അതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. വജ്തഹിദ് അല്ലാ യഖ്ലു നഫ്സും മിൻ അൻഫാസിക് ഇല്ലാ ഫീ അമലി തആത്തിൻ, ഒരു നിമിഷം പോലും, ഒരു നിശ്വാസം പോലും അല്ലാഹുവിനുള്ള ഒരു അനുസരണത്തിലല്ലാതെ നഷ്ടപ്പെടാതിരിക്കാൻ നീ പരിശ്രമിക്കുക. നിന്റെ ഒരു നിമിഷം പോലും അള്ളാഹുവിനുള്ള ഒരു അനുസരണത്തിലല്ലാതിരിക്കാൻ നീ പരിശ്രമിക്കുക. ഔ ഖുർബത്തിൻ തതഖറബു ബിഹാ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം കൊണ്ട്. ഫഇന്നക ലൗ കാനത് മഅക ജൗഹറത്തുൻ മിൻ ജവാഹിരിദ് ദുനിയ ഫദാഅത് മിൻക, നീ ഒന്ന് ചിന്തിക്കുക, നിന്റെ അടുക്കൽ ദുനിയാവിൽ വില പിടിച്ച ഒരു കാര്യമുണ്ട്, വലിയൊരു പവിഴം അല്ലെങ്കിൽ മൂല്യവത്തായിട്ടുള്ള വലിയൊരു കാര്യം നിന്റെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക, അത് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. ലഹസിൻത അലൈഹ ഹുസ്നൻ ശദീദൻ, എന്താവും അവസ്ഥ? നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ വലിയ സമ്പത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൂല്യവത്തായ ഒരു സാധനമോ അത് നമുക്ക് നഷ്ടപ്പെടുകയാണ്, നമുക്ക് എന്തുണ്ടാവും? നമുക്ക് വിഷമം ഉണ്ടാവും. എന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും നിന്റെ സമ്പത്തിൽ നിന്ന് കുറച്ച് പൈസ പോയാൽ തന്നെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എങ്ങനെയാണ് നീ നിന്റെ സമയവും നിന്റെ നിമിഷങ്ങളും പാഴാക്കി കളയുക? എങ്ങനെയാണ് പാഴാക്കി കളയുക? സമ്പത്തിനേക്കാൾ വിലപിടിച്ച ഈ സമയത്തെ. പരലോകത്ത് എന്തെങ്കിലും കിട്ടും, പകരം കിട്ടും എന്നല്ലാത്ത രീതിയിൽ നീ നിന്റെ ആയുസ് പാഴാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ നീ ദുഃഖിക്കുന്നില്ല എങ്കിൽ എന്താണ് നിന്റെ അവസ്ഥ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഓരോ വാക്കുകളും നമ്മുടെ ചിന്തയിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമുക്ക് ദുനിയാവിന്റെ അതിപ്രസരം വളരെ കൂടുതലാണ്. നമ്മുടെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളും മരണവും പരലോകത്തെ കുറിച്ചുള്ള ചിന്തകളും സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള ചിന്തകളും ഇതെല്ലാം കുറഞ്ഞു പോകുന്ന, അതല്ലാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിന്ത മാറിപ്പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വസീയത്തുകൾ കേൾക്കുമ്പോ നമ്മൾ നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക, എന്താ എന്റെ അവസ്ഥ? സ്വന്തത്തിനോടും ചോദിക്കുക, എന്റെ അവസ്ഥ എന്താ? നാളെ ഖബറിൽ കിടക്കുമ്പോ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ഇന്ന് നിന്റെ മരണമാണെങ്കിൽ എന്താണ് നീ ഒരുക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കണം. നമ്മൾ സ്വയം ഒന്ന് ചോദിക്കേണ്ട, ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അടുത്തത് ഇബ്നു ഖുദാമ റഹിമഹുല്ലാ ദുനിയാവിനൊരു ഉപമ പറഞ്ഞ് ആ ദുനിയാവിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വഇന്നനി ഖാതറ ലി അൻ ഉമസ്സില ഹാദിഹി ദുനിയ വഅഹ്ലഹാ, ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദുനിയാവിന്റെയും അതിന്റെ ആളുകൾക്കും ഒരു ഉപമ പറയാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ്?
കമസലി അഹ്ലി സഫീനത്തിൻ അൽഖത്ഹുമുർ റീഹു ഇലാ ജസീറത്തിൻ ഫിൽ ബഹരി ഫീഹാ മആദിനുൽ ജവാഹിരി കുല്ലിഹാ. ഒരു കൂട്ടം ആളുകൾ അവർ ഒരു കപ്പലിൽ യാത്ര ചെയ്യാണ് കടലിൽ. അങ്ങനെ അവരെ കാറ്റ് കൊണ്ടുപോയി ഒരു ദ്വീപിലെത്തിക്കുകയാണ്. അവിടെ ധാരാളം വിലപിടിച്ച വസ്തുക്കളുണ്ട്, വളരെ വിലപിടിച്ച മൂല്യവത്തായ വസ്തുക്കളുണ്ട്. മിനൽ യാഖൂതി വസുമുർദി വസ്സബർജദി വല്ലുഅ്ലുഇ വൽമർജാനി വദ്ദുർ വമാ ദൂന ദാലിക ഇലൽ അഖീഖി വശ്ശീഹ്. വിലപിടിച്ച പവിഴം, മുത്ത്, മരതകം അല്ലെങ്കിൽ വജ്രം, അതുപോലെയുള്ള പല സാധനങ്ങളും, അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ വേറെ പല കാര്യങ്ങളുണ്ട്. ثم بعد ذلك അതല്ലാതെ ആ ദ്വീപിലുള്ളത് സലഫുൻ വഹിജാറത്തുൻ ലാ ഖീമത ലഹാ. ആളുകൾ വലിയ വിലയൊന്നും കൊടുക്കാത്ത കുറെ മൺകട്ടകളും കുറെ കല്ലുകളൊക്കെ ഉണ്ട്. വഫീഹാ അൻഹാറും വബസാതീനും. ആ ദ്വീപിൽ അരുവികളും തോട്ടങ്ങളുമുണ്ട്. വഫിൽ ജസീറത്തി ഹിമൽ മലിക്. ആ ദ്വീപിൽ ഒരു രാജാവിന്റെ അതിര് നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ഖദ് ഹദ്ദ ലഹു ഹുദൂദൻ. അതിന്റെ ഒരു പരിധി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. രാജാവിന്റെ പ്രദേശമുണ്ട്. വഅഹാത അലൈഹി ഹായിതൻ ഫീഹി ഖസാഇനുൽ മലിക് വഇമാഉൻ വവിൽദാനുൻ. അത് ഒരു മതിലൊക്കെ കെട്ടി സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. അതിനകത്ത് രാജാവിന്റെ ഖജനാവുണ്ട്, അതുപോലെ തന്നെ രാജാവിന്റെ അടിമസ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ മക്കളുണ്ട്, അതുപോലെ രാജാവിന്റേതായ ഒരു തോട്ടം, ഒരു പ്രദേശവും ഉണ്ട്. ഫനസല അഹ്ലുസ് സഫീനതി ഫിൽ ജസീറ. ഈ ദ്വീപിൽ ആ കപ്പലിലെ ആളുകൾ വന്നിറങ്ങി. വഖീല ലഹും, അവരോട് പറയപ്പെട്ടു, ഇന്ന മുഖാമക്കും ബിഹാ യൗമുൻ വലൈലത്തുൻ. നിങ്ങൾക്ക് ഈ ദ്വീപിലുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു രാവും പകലുമാണ്. فاغتنموا مدتكم القصيرة فيما أمكنكم من أخذ هذه الجواهر الكثيرة. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കുള്ള ഈ സമയം ഇവിടെയുള്ള വിലപിടിച്ച വസ്തുക്കൾ, അഥവാ രാജാവിന്റെ പരിധിയിലല്ലാതെ പൊതുവായിട്ടുള്ള വിലപിടിച്ച മൂല്യവത്തായിട്ടുള്ള പവിഴവും മുത്തും മരതകവും പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര നിങ്ങൾ ഒരുമിച്ച് കൂട്ടണം. ഇതാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, ഫഅമ്മൽ ഹാസിമൂൻ. ആ കൂട്ടത്തിൽ നല്ല ദൃഢനിശ്ചയമുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നല്ല ബോധ്യമുള്ള ആളുകൾ, فأسرعوا إلى تلك الجواهر يتنقون منها ويحملونه إلى مخازنهم في السفينة ويجدون ويجتهدون. അതിൽ അങ്ങനെയുള്ള ആളുകൾ വേഗം ധൃതിപ്പെട്ടു പോയി. എന്നിട്ട് അതിൽ നിന്ന് വളരെ വില കൂടിയ ആ ഉള്ളതിൽ തന്നെ ഏറ്റവും മൂല്യവത്തായ കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് അവരത് എടുത്തുകൊണ്ടുപോയി അവരുടെ കപ്പലിൽ അത് സൂക്ഷിക്കാനുള്ള ഖജാനകളിൽ, അവർക്കുള്ള പെട്ടികളിലോ മറ്റോ എല്ലാം അവരത് കൊണ്ടുപോയി എടുത്തു വെച്ചു. അവർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവര് ക്ഷീണം വന്നു കഴിഞ്ഞാൽ, കുറെ കൊണ്ടുപോയി വെച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞ് ക്ഷീണം വരികയാണ്. അങ്ങനെ ക്ഷീണം വന്നു കഴിഞ്ഞാൽ തദക്കറൂ ഖദ്റ തിൽക്കൽ ജവാഹർ. അവരാലോചിക്കും, ഈ വിലപിടിച്ച ഈ മൂല്യവത്തായിട്ടുള്ള ഈ പവിഴങ്ങളെയും മുത്തുകളെയും അതിന്റെ വിലയെ കുറിച്ച് ആലോചിക്കും. അല്ലത്തി യുഹസ്സിലൂനഹ, അവർ നേടുന്നത്. വകസ്റത ഖീമതിഹാ, അതിന്റെ മൂല്യം എത്ര വലുതാണെന്നുള്ളത്. വഖില്ലത മുഖാമിഹിം ഫി തിൽക്കൽ ജസീറ, ഈ ദ്വീപിൽ എത്ര കുറവാണ് ഉണ്ടാവുക, അവർക്കുള്ള സമയം എത്ര കുറവാണ് എന്നും ആലോചിക്കും. വഅന്നഹും മൻ ഖലീലിൻ റാഹിലൂന മിൻഹാ ലാ യഖ്ദിറൂന അലൽ ഇസ്ദിയാദ്. ദാ വൈകാതെ തന്നെ ഈ ദ്വീപിൽ നിന്ന് അവരെന്ത് ചെയ്യും? തിരിച്ചു പോകേണ്ടി വരും. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ സാധനങ്ങളൊന്നും കൂടുതൽ എടുക്കാൻ പറ്റില്ല. ഫറഫബുർ റാഹ, ഇത് ആലോചിക്കുമ്പോ അവർ പിന്നെ അവരുടെ എന്തുമാറും ഒരു വിശ്രമൊന്നും വേണ്ട തീരുമാനിക്കും. അനാവശ്യമായി സമയം ചെലവഴിക്കുന്ന ഒഴിവാക്കും. വഖബലു അലൽ ജിദ്ദി വൽ ഇജ്തിഹാദ്, വീണ്ടും അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. വൈൻ അറദ ലഹുമുൻ നൗമു തദക്കറു ദാലിക്, അവർക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ആലോചിക്കും. ഫദഹബ അൻഹും ലദ്ദത്തുൻ നൗമി വൽ ഖറാ, അവരുടെ ഉറക്കത്തിന്റെയും അതുപോലെ തന്നെ ആ രീതിയിലുള്ള ആസ്വാദനത്തിന്റെയും ചിന്ത ഒഴിവാകും. തമസ്സലു, അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഏത് ഒരു പഴഞ്ചൊല്ല് പോലത്തെ അറബിയിലുള്ള ഒരു വാക്കാണ്, ഐന്ദ സ്വബാഹി യഹ്മദുൽ ഖൗമുസ് സുറാ. രാവിലെ ആകുമ്പോൾ രാത്രിയിൽ യാത്ര ചെയ്ത ആളുകളെ പറ്റി ആ ജനങ്ങൾ സ്തുതിക്കുന്നതാണ്. അഥവാ അവർ എന്താണ്, രാത്രിയിൽ ക്ഷീണം ഉറക്കം മാറ്റിവെച്ച് കൂടുതലായി യാത്രയിൽ മുന്നിട്ട ആളുകൾ കൂടുതൽ മറ്റവരെക്കാൾ എന്തിട്ടും മുന്നിലെത്തും. അപ്പൊ അങ്ങനെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ പ്രഭാതമാവുമ്പോഴാണ് ആ യാത്രയിൽ അവർ മുന്നിലെത്തിയെന്നറിയാം. അപ്പൊ ബാക്കിയുള്ളവരെന്താവും? അവരെ പ്രശംസിക്കും. എന്ന് കൂടുതൽ പണിയെടുക്കാൻ അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു കൂട്ടം ആളുകൾ, ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ചെയ്യും. രണ്ടാമത്തെ ആളുകൾ വേറൊരു കൂട്ടം ആളുകൾ
അവർ ആ വിലപിടിപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ കുറച്ചെടുത്തു. അതിലേതാ വില കൂടിയതോ നോക്കിയിട്ടൊന്നുമില്ല, അവർക്ക് കിട്ടിയതെന്തോ കുറച്ചെടുത്തു. വിശ്രമിക്കേണ്ട സമയത്തൊക്കെ അവർ വിശ്രമിച്ചു. ഒരു ദിവസവും രാത്രിയാണ് അവർക്ക് അവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ എടുത്തു. അവർ വിശ്രമിക്കേണ്ട സമയത്ത് ഉച്ചക്ക് ഒരു ഉറക്കം, അതുപോലെ വൈകുന്നേരം ഒരു ഉറക്കം, വേറെ കുറച്ച് കളി, വേറെ കുറച്ച് നടത്തം, അങ്ങനെയൊക്കെ ആയിട്ട് അവര് വിശ്രമിച്ചു. വനാമു വഖ്തന്നൗം, ഉറങ്ങേണ്ട സമയത്ത് കൃത്യം സമയം വെച്ച് അവർ ഉറങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനത്തെ ഒരു കൂട്ടം ആളുകൾ. മൂന്നാമത്തെ ഒരു കൂട്ടർ വമ്മ ഫിർഖത്തുൻ ഉഖ്റ, മറ്റൊരു കൂട്ടം ആളുകൾ ഫലം യതഅറളു ലിൽ ജവാഹിരി അസ്ലൻ, അവര് വിലപിടിപ്പുള്ള പവിഴമുത്തുകൾ ഒന്നും എടുക്കാൻ പോയിട്ടില്ല, അതിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വആസറു അന്നൗമ വറാഹത വതഫറുജ്, അവരെന്ത് ചെയ്തു? അവർ ഉറക്കവും വിശ്രമവും അവരുടെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ നടന്ന ഒരു കൂട്ടം. അക്കൂട്ടരിൽപ്പെട്ട വേറെ ചില ആളുകൾ വമിൻഹും ഖൗമുൻ അഖ്ബലു അലാ ബിനാഇൽ മസാകിൻ വൽ ഖുസൂർ വദ്ദൂർ, ഒരു ദിവസവും ഒരു രാത്രിയും പകലുള്ള അവിടെ. പക്ഷെ അതിൽ പെട്ട ചില ആളുകൾ എന്ത് ചെയ്തു? അവിടെ ഒരു കൊട്ടാരവും അവിടെ ഒരു വലിയ വീടും അതുപോലെ മണിമാളികയൊക്കെ പണിയാൻ വേണ്ടി അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന്റെ പിന്നാലെ പോയി. അതേപോലെ വഖൗമുൻ, വേറെ ചില ആളുകൾ അഖ്ബലു അലാ ജംഇ ദലഫി വസ്സദഫി വൽ ഹിജാറതി വശഖഫ്, അവരവിടെ കിടന്ന കുറെ മൺകട്ടയും കുറെ കല്ലും അതുപോലെ അനാവശ്യമായിട്ടുള്ള വേറെ കുറെ ചപ്പു ചവറുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി. വഖൗമുൻ, മറ്റു ചില ആളുകൾ അഖ്ബലു അലൽ ലഅബി വത്തുറഹാത്ത്, അവര് അനാവശ്യ കളികളിൽ, തുറഹാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥമില്ലാത്ത ബാത്തിലായിട്ടുള്ള കുറെ വർത്തമാനങ്ങളിൽ അവർ മുഴുകി. വതശാഗലു ബില്ലദാതി വസമാഇൽ ഹികായാത്തിൽ മുത്തരിബാത്ത്, ഓരോ കഥകൾ പറഞ്ഞ് നല്ല രസമുള്ള ഓരോ കഥകൾ പറഞ്ഞിരുന്നു. വഖാലു, അവർ പറഞ്ഞു ദർറത്തുൻ മൻഖൂദത്തുൻ ഖൈറും മിൻ ദുർറത്തിൻ മൗഊദത്തിൻ, അവർ പറയുന്ന ഒരു വാക്കാണ്, ഇപ്പൊ കിട്ടുന്ന ഗോതമ്പ് മണികൾ, ധാന്യമണികളാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട പവിഴത്തിനേക്കാളും മുത്തിനേക്കാളും വലുത്. ഇന്ന് കാലത്ത് നിരീശ്വരവാദികളൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വാക്കാണ്. ഇപ്പൊ നമുക്കുള്ള ഈ ദുനിയാവാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിനേക്കാൾ ഉത്തമം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ ഇത് കിട്ടുന്നുണ്ടല്ലോ, കുറച്ച് വിത്താണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ധാന്യങ്ങളാണെങ്കിലും ഇപ്പൊ കയ്യിലുണ്ടല്ലോ. മറ്റേത് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് ഇതാണ് ഉത്തമം. അങ്ങനെ ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഒരു കൂട്ടം മുന്നിട്ട ആളുകൾ, മറ്റൊരു കൂട്ടം ഇതുപോലെ വേറെ പല കാര്യങ്ങൾ മുഴുകിയ ആളുകൾ. വൽ ഫിർഖത്തു സാലിസത്തു, മൂന്നാമത്തെ കൂട്ടം അദലു ഇലാ ഹിമൽ മലിക്, അവരെന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാല് അവിടെ രാജാവിന്റെ പരിധി വെച്ചിട്ടുള്ള ആ പരിധി അതിന്റെ അടുത്തേക്ക് പോയി. വതാഫു ബിഹി, അതിനെ ചുറ്റിക്കൊണ്ടിരുന്നു. ഫലം യജിദു ലഹു ബാബൻ, അതിലേക്ക് കയറാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. രാജാവ് അത് നല്ല മതില് കെട്ടി കോട്ടയാക്കി വെച്ചിരിക്കുകയാണ്, അതിലേക്ക് കയറാൻ വഴിയില്ല. ഫഫതഹു ലഹും ഫീഹി സൽമൻ വഖ്തഹമൂഹു, അവരത് കുത്തിപ്പൊളിച്ച് അവരതിലൊരു ചെറിയ വിടവുണ്ടാക്കി അതിലൂടെ ഉള്ളിലേക്ക് കടന്നു. ഫഫതഹു ഖസാഇനൽ മലിക്, ആ രാജാവിന്റെ ഖജനാവുകൾ അവര് കുത്തി തുറന്നു. വകസറു അബ്വാബഹ, ആ വാതിലുകൾ പൊളിച്ചു. വൻതഹബു മിൻഹ, അതിൽ നിന്ന് കൊള്ളയടിച്ചു. വഅബസു ബിജവാരി അൽ മലിക് വൽ വിൽദാൻ, രാജാവിന്റെ അടിമപ്പെണ്ണുങ്ങളോടും കുട്ടികളുമായിട്ട് അവർ കളിച്ച് അനാവശ്യമായി സമയം കളഞ്ഞു. വഖാലു, അവർ പറഞ്ഞുകൊണ്ടിരുന്നു, രാജാവിന്റെ ആ പരിധിക്കുള്ളിൽ കയറിക്കൊണ്ട് അവർ പറഞ്ഞു, ലൈസ ലനാ ദാറുൻ ഗൈറു ഹാദിഹി ദാർ, നമുക്ക് ഈ വീടല്ലാതെ ഇനി ഒന്നുമില്ല. ഇതാണ് നമുക്ക് സ്ഥിരത ഉണ്ടാവുക. വഖാമു അലാ ദാലിക്, അങ്ങനെ ഈ കൂട്ടരൊക്കെ ആ ദ്വീപിൽ അങ്ങനെയൊക്കെയാണ്. ഒരു കൂട്ടർ നല്ല പണിയെടുത്തിട്ട് ഏറ്റവും വില കൂടിയ കാര്യങ്ങൾ കൊണ്ടുകൊണ്ട് മറ്റുള്ള പല ആളുകൾ പല കളിയിലുണ്ട്. കുറച്ച് ആളുകൾ രാജാവിന്റെ പരിധി ലംഘിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഹത്താ ദഹബത് മുദ്ദത്തുൽ മുഖാം, അവരുടെ സമയം കഴിഞ്ഞു. ഒരു രാവും പകലാണ് സമയം ഉണ്ടായിരുന്നത്, ആ രാവും പകലും കഴിഞ്ഞു. വഉരിബത് കുഊസുർ റഹീൽ വനൂദി ബിത്തഹ്വീൽ ബിൽഹസ് വത്തഅജീൽ, തിരിച്ചു മടങ്ങാനുള്ള വിളിയാളം മുഴങ്ങി. പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് കപ്പലിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞ് വിളിയാളം മുഴങ്ങി. ഫഅമ്മല്ലദീന ഹസ്സലു അൽ ജവാഹിർ, ഇതിൽ ഒന്നാമത്തെ ആളുകൾ, ആ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടിയിരുന്ന ആളുകൾ, ഫറഹലു മുഗ്തബിതീന ബിബളാഇഹിം, അവരുടെ ഈ ചരക്കുമായിട്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നുമാറ് അവരതുമായി പോന്നു. ലാ യഅസൗന അലൽ മുഖാം, അവർക്ക് അവിടെ താമസിച്ച ആ ദിവസത്തെ കുറിച്ച് ആലോചിക്കും എന്തില്ല, സങ്കടമില്ല, നിരാശയില്ല, ഒന്നേ ഉള്ളൂ, ഇല്ലൽ ഇസ്തിയാദി മിമ്മാ കാനൂ ഫീഹി, കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ വിലപിടിപ്പുള്ള കാര്യങ്ങൾ എടുക്കാമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വമ്മൽ ഫിർഖത്തു സാനിയ, രണ്ടാമത്തെ കൂട്ടരുണ്ടല്ലോ, കുറെ അനാവശ്യ കാര്യങ്ങൾ മുഴുകിയിരുന്നവർ, ഫഷ്തദ്ദ ജസഉഹും ലിഅദമി ഇസ്തിബ്ളാഇഹിം, അവരിതൊന്നും ഒരുമിച്ച് കൂട്ടാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് കൂട്ടിയത് കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ അവരെ വിഷമം കൂടി. വകസറത്ത്
അവർ അലംഭാവം കാണിച്ചതിന്റെ പേരിൽ, അവരുടെ പാതയം കുറഞ്ഞതിന്റെ പേരിൽ, അവരെ ഏൽപ്പിച്ച് അവർക്ക് കൊടുത്ത ഈ സമയം അത് നഷ്ടപ്പെട്ട് ഒരു ഉപകാരവുമില്ലാതാക്കിയതിന്റെ പേരിൽ അവർക്ക് വിഷമായി. മൂന്നാമത്തെ കൂട്ട ആളുകൾ അഥവാ രാജാവിന്റെ പരിധി ലംഘിച്ചു പോയ ആളുകൾ, ഫകാനു അശദ്ദ ജസഅൻ, അവരാണ് ഏറ്റവും വലിയ വേദനയിലും ദുഃഖത്തിലുമായത്. വഅദമ മുസീബത്തൻ, അവർക്കാണ് ഏറ്റവും വലിയ മുസീബത്ത് ബാധിച്ചത്. വഖീല ലഹും, അവരോട് അവിടുന്ന് പറയപ്പെട്ടു, ലാ നദഉകും ഹത്താ തുഹമ്മിലകും മാ അഖ്റജ്തും മിൻ ഖസാഇനിൽ മൽക് ഫീ അനാഖികും. അവിടുത്തെ കാവൽക്കാരോ മറ്റു ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് എടുത്തതൊക്കെ നിങ്ങളുടെ പെരടിയിൽ കെട്ടി തൂക്കാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല. രാജാവിന്റെ ഖജാവ് കുത്തിപ്പൊളിച്ചിട്ടുള്ള അതൊക്കെ നിങ്ങളുടെ പെരടിയിൽ തൂക്കിക്കൊണ്ടല്ലാതെ വഅലാ ദുഹൂരിക്കും, നിങ്ങളെ പുറത്ത് മേറ്റിക്കൊണ്ടല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. അഥവാ രാജാവിന്റെ അടുത്ത് നിങ്ങൾ പോയേ പറ്റുള്ളൂ. ഫർതഹലു അലാ ഹാദിഹി സിഫതി ഹത്താ വറദു മദീനത്തിൽ മലിക്കിൽ ഉദ്മ. അങ്ങനെ ഈ അവസ്ഥയിൽ, ഈ മൂന്ന് അവസ്ഥയിലായിക്കൊണ്ട് ഇക്കൂട്ടർ എവിടെ എത്തി? അതിന്റെ ഇവർക്ക് കാര്യം ഏൽപ്പിച്ചു കൊടുത്ത, ഇവർക്ക് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ രാജാവിന്റെ അടുത്തേക്ക് എത്തി. فنودي في المدينة أنه قد قدم قوم كانوا في معادن الجواهر. അവിടെ ആളുകൾ പറയാൻ തുടങ്ങി, ഇങ്ങനെ പവിഴങ്ങളും മുത്തുകളുള്ള അവിടുന്ന് വന്ന ആളുകൾ എത്തിയിട്ടുണ്ട്. ഫതലഖാഹും അഹ്ലുൽ മദീന, ആ നാട്ടിലെ ആളുകൾ അവരെ സ്വീകരിച്ചു. വതലഖാഹുൽ മലിക് വജുനൂദുഹു, മലിക് രാജാവും രാജാവിന്റെ സൈന്യവും അവരെ സ്വീകരിച്ചു. ഫസ്തൻസലൂഹും, അവരോട് അവിടെ ഇറങ്ങാൻ പറഞ്ഞു. വഖീല ലഹും, അവരോട് പറഞ്ഞു, ഇഅ്രിദു ബവാഇകും അലൽ മലിക്, നിങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ രാജാവിനെ കാണിക്കാൻ പറഞ്ഞു. അതോ അവർക്ക് ഒരു രാത്രിയും പകലും നൽകിയിട്ട് നിങ്ങൾ എന്താണ് അവിടുന്ന് കൊണ്ടുവന്നത് എന്ന് രാജാവിനെ കാണിക്കാൻ പറഞ്ഞു. നമ്മൾ പറയുന്നത് ദുനിയാവിന്റെയും പരലോകത്തിന്റെ ഉപമയായിട്ട് പറയാം. എന്നിട്ട് പറഞ്ഞു, ഫഅമ്മാ അഹ്ലുൽ ജവാഹിർ, ഒന്നാമത്തെ കൂട്ട ആളുകളുണ്ടല്ലോ വിലപിടിച്ച കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നവർ, ഫഉരിളത് ബവാഇഹും, അവർ കൊണ്ടുവന്ന ചരക്ക് കാണിച്ചു കൊടുത്തു. അതായത് രാവും പകലും പണിയെടുത്ത് ഏറ്റവും മൂല്യവത്തായ കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ആളുകൾ അവർ കൊണ്ടുവന്ന ചരക്ക് കാണിച്ചു കൊടുത്തു. ഫഹമിദഹുൽ മലിക്, അവരെ രാജാവ് പ്രശംസിച്ചു. വഖാല, രാജാവ് അവരോട് പറഞ്ഞു, അൻതും ഖാസതി, നിങ്ങൾ എന്റെ പ്രത്യേകക്കാരാണ്. വാഹുലു മുജാലസതി വമഹബ്ബതി, എന്റെ സദസ്സിലിരിക്കാൻ അനുവാദം നൽകപ്പെടുന്ന എന്റെ ഇഷ്ടത്തിന് അർഹരായിട്ടുള്ളവരാണ്. വലക്കും മാ ശിഅ്തും മിൻ കറാമതി, നിങ്ങൾക്ക് നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തും എന്റെ അനുഗ്രഹമായിട്ടുണ്ടാകും. വജഅലഹും മുലൂക്കൻ, അവരെ രാജാക്കന്മാരാക്കി. വലഹും മാ ശാഉ, അവർ ഉദ്ദേശിക്കുന്നതൊക്കെ അവർ നൽകി. വഇൻ സഅലു ഉതു, അവരെന്ത് ചോദിച്ചാലും കൊടുത്തു. വഇൻ ശഫഉ ശുഫിഉ, ആർക്കെങ്കിലും അവർ ശുപാർശ നടത്തിയാൽ ആ ശുപാർശ സ്വീകരിക്കപ്പെട്ടു. വഇൻ അറാദു ശൈഅൻ കാന, അവരെന്ത് ഉദ്ദേശിച്ചാലും അത് അവർക്ക് ഉണ്ടാകും. ഫഖീല ലഹും, അവരോട് പറഞ്ഞു, ഖുദൂ മാ ശിഅ്തും, നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോളി. വഹ്തകമു മാ അറദ്തും, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഉദ്ദേശിക്കുന്ന പോലെ ജീവിച്ചോളി. ഫഅഖദുൽ ഖുസൂറ വദ്ദൂറ വൽഹൂറ വൽബസാതീന വൽഖുറാ വൽറസാതീഖ്, അവരവിടെ അവർക്ക് ആവശ്യമുള്ള കെട്ടിടങ്ങളും മണിമാളികളും ഇണകളെയും തോട്ടങ്ങളെയും നാടുകളെയും എല്ലാം അവരെടുത്തു. വറക്കിബുൽ മറാക്കിബ്, അവർ മൃഗങ്ങളെ എടുത്ത് യാത്ര ചെയ്തു. വസാറ ബൈന ഐദീഹിം വഹൗലിഹിം വൽവിൽദാൻ വൽജുനൂദ്, അവർക്ക് ചുറ്റുമായിട്ട് സൈന്യങ്ങളും അവർക്ക് പരിചാരകരായിട്ടുള്ളവരും അവർക്ക് കുട്ടികൾ പണിക്കാരായിട്ടൊക്കെ ഉണ്ട്. വസാറു മുലൂകൻ യൻസിലൂന ഫി ജിവാരിൽ മലിക്, അവരാ രാജാവിന്റെ അടുത്തായിക്കൊണ്ട് അവർക്ക് സ്ഥാനം ലഭിച്ചു. വയുജാലിസൂനഹു വയൻദുറൂന ഇലൈഹി, ആ രാജാവിന്റെ അടുക്കൽ ഇരിക്കുന്നവരും ആ രാജാവിനെ നോക്കുന്നവരുമായി മാറി. വയസൂറൂനഹു, ആ രാജാവിനെ സന്ദർശിക്കുന്ന ആളുകളായി. വയശ്ഫഊന ഇലൈഹി ഫീ മൻ ശാഉ, അവരെ ഇച്ഛിക്കുന്ന അവർക്ക് ശുപാർശ ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. വഇൻ സഅലൂ അഹ്താഹും വഇൻ ലം യസ്അലൂഹു ബിതദഹും, അവർ ചോദിച്ചാൽ രാജാവ് അത് കൊടുക്കും. ഇനി ചോദിച്ചില്ലെങ്കിലോ ചോദിക്കാതെ തന്നെ രാജാവ് കൊടുത്തു തുടങ്ങും. ഒന്നാമത്തെ കൂട്ടം ആളുകൾ രാവും പകലും പണിയെടുത്ത് കഷ്ടപ്പെട്ട് മൂല്യവത്തായ കാര്യങ്ങളെ കൊണ്ടുവന്ന ആളുകളോട് ആ രാജാവ് കാണിച്ചതാണിത്. വഅമ്മൽ ഫിർഖത്തു സാനിയതു ഫഖീല ലഹും, രണ്ടാമത്തെ കൂട്ടർ വെറുതെ സമയം കളഞ്ഞ അതും ഇതുമായി ചെയ്ത ആളുകൾ, അയിന ബവായിക്കും, രാജാവ് ചോദിച്ചു, എവിടെ നിങ്ങൾ കൊണ്ടുവന്നത് എവിടെ? ഫഖാലു, അവര് പറയും, മാലനാ ബിളാഅത്തുൻ, ഞങ്ങളിൽ ഒന്നുമില്ല, ഞങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഖീല, അപ്പോൾ രാജാവ് പറയും, വൈഹക്കും, നിങ്ങൾക്ക് നാശം. അമാ കുൻതും ഫീ മആദിനിൽ ജൗഹർ, നിങ്ങൾ വളരെ വിലപിടിപ്പുള്ള മൂല്യവത്തായ വസ്തുക്കളുള്ള ഒരു സ്ഥലത്തായിരുന്നില്ലേ?
അമാ കുൻതും അൻതും വഹൗലാഇ അല്ലദീന സാറു മുലൂകൻ ഫീ മൗളിഇൻ വാഹിദ്. ഇതാ ഇവിടെ കണ്ടില്ലേ, രാജാക്കന്മാരെ പോലെ ഇപ്പോഴായിട്ടുള്ള ഇവരും നിങ്ങളും ഒരേ സ്ഥലത്തായിരുന്നില്ലേ, ഒരേ സ്ഥലത്ത് തന്നെ ആയിരുന്നില്ലേ? ഖാലു, അവര് പറയും, ബല, അതെ, വലാകിന്ന ആഥർന ദഅത വന്നൗം, ഞങ്ങൾ പക്ഷേ അലസമായ മറ്റുള്ള കാര്യങ്ങളിലും ഉറക്കത്തിലുമായിട്ട് ഞങ്ങൾ മുഴുകിപ്പോയി എന്ന് പറയും. വഖാല ബഅദുഹും, അതിൽ ചിലർ പറയും, ഇഷ്തഗൽനാ ബിബിനാഇ ദൂരി വൽ മസാകിൻ, ഞങ്ങൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മണിമാളികൾ ഉണ്ടാക്കാനുള്ള ചിന്തയിലായിരുന്നു. വഖാല ആഖറൂൻ, മറ്റുള്ളവർ പറയും, ഇഷ്തഗൽനാ ബിജംഇ സൽഫി വശഖഫ്, ഞങ്ങൾ കുറെ മണ്ണിന്റെ കട്ടകളും കല്ലൊക്കെ ഒരുമിച്ച് കൂട്ടുകയായിരുന്നു. ഫഖീല ലഹും, അവരോട് പറയപ്പെടും, തുബ്ബൽ ലക്കും, നിങ്ങൾക്ക് നാശം. അമാ അലിംതും ഖില്ലത മുഖാമികും, നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ നിങ്ങൾക്ക് കുറച്ചു കാലം അവിടെ ഉള്ളൂന്ന്. വനഫാസത്തിൽ ജവാഹിരിൽ ലതീ ഇൻദകും, അവിടെ നിങ്ങൾക്ക് എടുക്കാനുള്ള ആ വസ്തുക്കളുടെ മൂല്യം വില പിടിച്ചതാണ് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ. അമാ അലിംതും അൻ തിൽക ലൈസത് ബിദാരി മുഖാം, നിങ്ങൾക്ക് അറിയാമായിരുന്നില്ല അത് സ്ഥിരതാമസത്തിനുള്ള സ്ഥലമല്ല എന്ന്. വലാ മഹല്ലി മനാം, ഉറങ്ങാനുള്ള സ്ഥലമല്ല എന്ന്. അമാ ഐഖദകുമുൽ ഐഖാം, നിങ്ങൾ വിളിച്ചുണർത്തേണ്ടവർ വിളിച്ചുണർത്തിയില്ലേ. അമാ വഅലകുമുൽ മുആം, ഉപദേശിക്കേണ്ടവർ ഉപദേശിച്ചില്ലേ. ഖാലു, അവർ പറയും, ബല വല്ലാഹ്, അതെ അല്ലാഹ്, അതെ അല്ലാഹുവാണ്. ഖദ് അലിംനാ ഫതജാഹൽനാ, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ജഹലിലായി പോയി. വൗഖിൽനാ ഫതനാവംനാ, ഞങ്ങൾ വിളിച്ചിരുന്നു ഞങ്ങൾ ഉറങ്ങി. വസമിഅനാ ഫതസാമംനാ, ഞങ്ങൾ കേട്ടിരുന്നു പക്ഷെ കേൾക്കാത്ത ആളുകളെ പോലെയായി മാറി. ഫഖീല ലഹും തുബ്ബൽ ലക്കും മാ ഖറദ്ദഹു, നിങ്ങൾക്ക് നാശം എന്ന് അവരോട് പറയും. ഫഅബ്ദു ഐദിയഹും നദമൻ, അങ്ങനെ ആ കൂട്ടർ എന്ത് ചെയ്യും, അവരവരുടെ കൈ കടിക്കും, നിരാശ കാരണത്താൽ കൈ കടിച്ചു നിൽക്കും. വബകൗ അല തഫ്രീതി ബഅദ ദുമൂഇ ദമൻ, അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവര് പാഴാക്കിയതിനെ കുറിച്ച് ആലോചിച്ച് കണ്ണീര് വറ്റി ചോര വരുന്ന അവസ്ഥയുണ്ടാകും. വബഖു ആസിഫീന മുതഹയ്യിരീൻ, അവർ വളരെയധികം വിഷമത്തിൽ നഷ്ടക്കാരായിട്ട് അവിടെ നിൽക്കും. വവഖഫു മുൻതദിരീന അയ്യതസദ്ദഖ അലൈഹിം ബഅദുല്ലദീ സാറു മുലൂകൻ ബിശഫാഅ, അവരവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. അവിടെ രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ശുപാർശ പറഞ്ഞ് ഞങ്ങളെ തിരിച്ച് അത് എന്തെങ്കിലും വഴി ഉണ്ടാക്കുമെന്ന് അവർ കാത്തിരിക്കും. ഔ യതകല്ലമ ലഹും ഇൻദൽ മലിക് ബികലിമ, അതിൽ രാജാവിന്റെ അടുക്കൽ എന്തെങ്കിലും വാക്ക് ഇവർ പറയോ എന്ന് വേണ്ടി നോക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കും. മൂന്നാമത്തെ കൂട്ടർ അഥവാ രാജാവിന്റെ പരിധി ലംഘിച്ച ആളുകൾ. വമ്മൽ ഫിർഖത്തു സാലിസ, മൂന്നാമത്തെ ആൾ. ഫജാഉ യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം, അവർ വരുന്നത് ഏതവസ്ഥയിലാ, രാജാവ് അവിടെ പരിധി വെച്ചിട്ടുള്ള രാജാവിന്റെ കോട്ടക്കകത്ത് പൊളിച്ചു കയറി എടുത്ത കാര്യങ്ങളെല്ലാം ഏറ്റി, അവര് ചെയ്ത എല്ലാം ഏറ്റിക്കൊണ്ടാ വരുന്നത്. യാഇസീന മുബ്ലിസീൻ, നഷ്ടക്കാരായി നിരാശക്കാരായി, ഹയാറ സുകാറ, മത്ത് പിടിച്ച ലഹരി ബാധിച്ചവരെ പോലെ. ഖദ് സൽദത് ബിഹിമിൽ ഖദം, അവരുടെ കാലടികൾ വിറക്കുന്നുണ്ടാകും, തെറ്റിപ്പോകുന്നുണ്ടാകും. വഹല്ല ബിഹിം നദം, നിരാശയിലും ഖേദത്തിലുമായിരിക്കും. വനസല ബിഹിമുൽ അലം, അവരുടെ മേലെ വേദനയും ദുഃഖവുമായിരിക്കും. വഫ്തവഹു ഇൻദൽ ഉമം, ആ സമൂഹത്തിന് മുമ്പിൽ അവര് തരം താഴ്ത്തപ്പെടുന്ന അവഹേളിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഫഅബ്അദഹുൽ മലികു അൻ ദാരിഹി, രാജാവ് അവരെ ആട്ടിയകറ്റും. വതറദഹും മിൻ ജിവാരിഹി, രാജാവിന്റെ അടുത്തുനിന്ന് ദൂരെയാക്കും. വഅമറ ബിഹിം ഇല സിജിൻ, അവരെ തടവറയിലേക്ക് അയക്കും. ഫജുറു ഇലൈഹി, അതിലേക്ക് വലിച്ചഴിക്കപ്പെടും. ഖദ് ഐഖനു ബിൽ അദാബ്, അവർക്ക് ശിക്ഷ ഉറപ്പാകും. വജല്ല അംറുഹും ഇൻദൽ ഇതാബ്, അവർക്ക് ആക്ഷേപം ഉറപ്പാകും. ഫൈൻ യസ്ബിറു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞ 24ാമത്തെ ആയത്ത്, ഫൈൻ യസ്ബിറു ഫന്നാറു മസ്വൽ ലഹും, അവർക്കുള്ളത് നരകമാണ്. വൈ യസ്തഅതിബു ഫമാഹും മിനൽ മുഅ്തബീൻ, ഇനി അവരെന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞാൽ അതും അവർക്ക് സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാ. ഇത് പറഞ്ഞിട്ട് പറയാണ്, ഫൻദുർ റഹിമകല്ലാഹ്, നീ ഇതൊന്ന് ആലോചിച്ചു നോക്ക്. ഇലാ തഫാവുതി മാ ബൈനൽ മൻസിലതൈൻ, ഈ ആളുകളുടെ ദറജയിൽ തമ്മിലുള്ള വ്യത്യാസം. വമാ ഹസല മിനൽ ഫിർഖി ബൈനൽ ഫരീഖൈൻ, ആ ഒന്നാമത്തെ കൂട്ടർ മറ്റുള്ളവരെക്കാൾ എന്താണ് നേടിയത്? ബിസ്സബ്രി ഫി തിൽകൽ മുദ്ദത്തിൽ യസീറത്തി അല്ലതി അഖാമു ഫി തിൽകൽ ജസീറ, എന്തുകൊണ്ട് അവർക്ക് കിട്ടിയത്? ആ ദ്വീപിലുള്ള അവരുടെ സമയത്ത് അവർ സബർ കാണിച്ചുകൊണ്ടാണ്. ആ കുറഞ്ഞ സമയത്ത് അവര് ക്ഷമിച്ചത് കൊണ്ടാണ് അവർക്ക് ലഭിച്ചത്. ഫഹാദാ തഖരീബു മിസാലി ദുനിയ വമൻ അമില ഫീഹാ ബിത്വാഅ വമൻ ഇസ്തവഅബഹാ ബിത്തഫ്രീഹി വൽ ഇളാഅ, ഇതാണ് ഈ ദുനിയാവിലെ ജീവിതം
അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ഉപയോഗിച്ചവന്റെയും നഷ്ടപ്പെടുത്തിയവന്റെയും ഉപമ. ഫജ്തഹിദ്, നീ പരിശ്രമിക്കുക റഹിമക്കല്ലാഹ് ഫിൽ കൗനി മിനൽ ഫിർഖത്തിൽ ഊല, ഒന്നാമത്തെ കൂട്ടരെ പോലെ. അല്ലദീന ഇസ്തൗഅബു സ്സാആത്ത് ബിത്താആത്ത്, അവരുടെ സമയം അനുസരണത്തിനായി ഉപയോഗിച്ചു. വലം യുഫർരിതു ഫീ ശൈഇൻ മിനൽ ഔഖാത്ത്, ഒരു നിമിഷം പോലും അവർ പാഴാക്കാതെ അനാവശ്യമായി കളയാതെ അവർ പരിശ്രമിച്ചു. അതുപോലെയാവണം നീ. വളരെ നല്ലൊരു ഉപമയാണ് ചിന്തിക്കുന്നവർക്ക്. ഇതുപോലെയാണ് ദുനിയാവ് നമുക്ക് നോക്കി വളരെ കുറഞ്ഞ സമയമുള്ളത്. ഇവിടെ വിലപിടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഖ്ലാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുള്ള കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളും സൽക്കർമ്മങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ്. ഇത് വിട്ട് ദുനിയാവിന്റെ നിരർത്ഥകമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ മുഴുകിയവർ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കൊന്നും കൊണ്ടുപോകാണ്ടാവില്ല. യഥാർത്ഥ മലിക് അള്ളാഹു ആണ്. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് സ്ഥാനവും ലഭിക്കില്ല. എന്നാൽ അതും കടന്ന് അള്ളാഹു വെച്ചിട്ടുള്ള ഹദ്, അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതിലേക്ക് വീണുപോയ ആളുകളുടെ അവസ്ഥയോ അവർക്ക് ശിക്ഷയാണ് ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ ആളുകൾ അവർക്ക് ഉറക്കവും ക്ഷീണവും ബാധിച്ചപ്പോൾ അവർ ഓർമ്മിച്ചത് അവർക്കിവിടെ സമയം കുറവാണ്. അവർക്കിവിടെ ഉള്ളത് ഈ ദുനിയാവിന്റെ ഈ സമയം അത് വിലപിടിച്ചതാണ്. ഇവിടെ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ മൂല്യവത്താണ് എന്നുള്ള ബോധമാണ് അവരെ മറ്റുള്ള അശ്രദ്ധയിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും കൂടുതൽ ഇജ്തിഹാദ് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയാകണം എന്ന് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാം. എന്നിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അമലുകൾ 3 തരത്തിൽ, ഒന്ന് ഖൽബ് കൊണ്ടുള്ളത്, നാവ് കൊണ്ടുള്ളത്, അവയവങ്ങൾ കൊണ്ടുള്ളത്, ഈ 3 തരത്തിലുള്ള കർമ്മങ്ങളെ പറ്റി ഓർമ്മപ്പെടുത്തുകയാണ്. വഅൽസിം ഖൽബക അൽഫിക്ര ഫീ നിഅമില്ലാഹി ലിതശ്കുറഹാ, നീ നിന്റെ ഖൽബിനെ ചിന്തിക്കുന്ന അവസ്ഥയിലാവുക അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച്. എന്തിനാണത്? ലിതശ്കുറഹ, നീ അതിന് നന്ദി കാണിക്കാൻ. വഫീ ദുനൂബിക ലിതസ്തഗ്ഫിറഹ, നിന്റെ പാപങ്ങളെ കുറിച്ച് ആലോചിക്കുക, അതിന് ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി, അതിന് പാപമോചനം തേടാൻ വേണ്ടി. വഫീ തഫ്രീഖിക ലിതൻദം, നീ പാഴാക്കി കളഞ്ഞ, അനാവശ്യമായി കളഞ്ഞ നിന്റെ സമയത്തെ കുറിച്ച്, അതിനെക്കുറിച്ച് ഖേദമുണ്ടാകാൻ. വഫീ മഖ്ലൂഖാത്തില്ലാഹി വഹികമിഹി ലിതഅരിഫ അളമതഹു വഹിക്മതഹു, അല്ലാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് നീ ഉറ്റാലോചിക്കുക, അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ ഹിക്മത്തും മനസ്സിലാക്കാൻ. വഫീമാ ബൈന യദൈക ലിതസ്തഇദ്ദ ലഹു, എന്നിട്ട് അവന് വേണ്ടി നാളെ പരലോകത്തേക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുക. ഔ ഫീ ഹുക്മി ശൈഇൻ തഹ്താജു ഇലൈഹി ലിതഅലമഹു, അല്ലെങ്കിൽ നിനക്ക് ആവശ്യമായിട്ടുള്ള അറിയേണ്ട കാര്യങ്ങളിലേക്ക് നീ എന്തു ചെയ്യുക? നീ സമയം ചെലവഴിക്കുക. അഥവാ ഖൽബ് കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറയാണ് വഅൽസിം ലിസാനക ദിക്റല്ലാഹ് തആല, നിന്റെ നാവിനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ മുഴുകിക്കുക. വദുആഹു വഇസ്തിഗ്ഫാറഹു, അവനോടുള്ള ദുആയിൽ, അവനോടുള്ള ഇസ്തിഗ്ഫാറിൽ. ഔ ഖിറാഅത്തി ഖുർആനിൻ, അല്ലെങ്കിൽ ഖുർആനിന്റെ പാരായണത്തിൽ. ഔ ഇൽമിൻ, അല്ലെങ്കിൽ ഇൽമു നേടുന്നതിൽ. ഔ തഅലീമിൻ, ഇൽമു പഠിപ്പിക്കുന്നതിൽ. ഔ അംരിൻ ബിമഅറൂഫിൻ ഔ നഹ്യിൻ അൻ മുൻകർ, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുന്നതിൽ, തിന്മ വിരോധിക്കുന്നതിൽ. ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നന്മയുണ്ടാക്കുന്നതിൽ, അവരുടെ ഇടയിൽ സുൽഹ് ഉണ്ടാക്കുന്നതിൽ. ഇത് എന്തുകൊണ്ടുള്ളതാണ്? നാവ് കൊണ്ടുള്ള കർമ്മങ്ങളാണ്. വഷ്ഖിൽ ജവാരിഹക ബിത്താആത്ത്, ഇനി അവയവങ്ങളോ, അത് അല്ലാഹുവിനുള്ള അനുസരണത്തിൽ നീ ഉപയോഗിക്കുക. റഹിമഹുല്ലാഹ് പറഞ്ഞു, വഷ്ഖിൽ ജവാരിഹക ബിത്താആത്ത്, നിന്റെ അവയവങ്ങളെ നീ കൂടുതലും ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നീ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നീ അതിൽ മുഴുകുക. വലിയകുൻ മിൻ അഹമ്മിഹാ അൽ ഫറായിദു ഫീ ഔഖാതിഹാ അലാ അക്മലി അഹ്വാലിഹാ, അതിൽ നീ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ അതിന്റെ ഫർളുകളും ഷർത്തുകളും എല്ലാം പാലിച്ചുകൊണ്ട് ഫറായിദുകൾ, നിന്റെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കാനാണ്. ثم ما يتعدى نفعه الى الخلق, പിന്നെ സൃഷ്ടികൾക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങൾ അതിനെ നീ പ്രവർത്തിക്കുക. വഅഫ്ളു ദാലിക മാ നഫഅഹും ഫീ ദീനിഹിം, സൃഷ്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് അവരുടെ ദീനിൽ ഉപകാരപ്പെടുന്ന കാര്യമാണ്. കതഅലീമിഹിമുദ്ദീൻ, അവർക്ക് ദീന് പഠിപ്പിക്കൽ. വഹിദായതിഹിം ഇലാ സിറാത്തിൽ മുസ്തഖീം, അവർക്ക് നേരായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കൽ.
അപ്പോ ദുനിയാവിന്റെ അവസ്ഥ പറഞ്ഞ് കർമ്മങ്ങളിൽ മുഴുകണമെന്ന് പറഞ്ഞ് കർമ്മങ്ങളെ 3 ആയിക്കൊണ്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് തിരിച്ചു പറഞ്ഞു. ഒന്നാമത്തേത് ഖൽബ് കൊണ്ടുള്ളതാണ്. അതിൽ പ്രധാനമായും പറഞ്ഞത് അള്ളാഹു നൽകിയ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുക. സഹോദരങ്ങൾ, അത് ചിന്തിച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ്? അതിന് നന്ദി കാണിക്കാൻ വേണ്ടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതിന് നന്ദി കാണിക്കാൻ നാം തയ്യാറാകാൻ അതിനെക്കുറിച്ച് ആലോചിക്കണം. രണ്ടാമത് പറഞ്ഞത് തിന്മകളെ കുറിച്ച്, നീ ചെയ്ത പാപങ്ങളെ കുറിച്ച് ആലോചിക്കുക. അതെന്തിനാണ്? അതിനുവേണ്ടി പാപമോചനം തേടാൻ വേണ്ടി, അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി. അതുപോലെ തന്നെ നീ പാഴാക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഫിക്റില്ലാതെ, തഫക്കുറില്ലാതെ നമുക്കൊരിക്കലും ദീനിൽ മുന്നേറാൻ സാധിക്കില്ല. നല്ല ആലോചിക്കുന്ന, തദബ്ബുറോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുന്ന, അതിലെ ഓരോ കാര്യങ്ങളെയും കുറിച്ച് തഫക്കുർ ഉണ്ടാകുന്ന ആളുകൾക്കാണ് കൂടുതൽ ഹിദായത്തിലേക്ക് വഴിയൊരുങ്ങുക. അതിനെക്കുറിച്ച് ആലോചിക്കുക. അതുപോലെ തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളെ, അതിനെക്കുറിച്ച് ആലോചിക്കുക. അതെന്തിനാണ്? അള്ളാഹുവിന്റെ അളമത്ത് മനസ്സിലാക്കാൻ. ഈ ആകാശഭൂമികളെ ഈ രീതിയിൽ കൃത്യമായി സൃഷ്ടിച്ച റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കാൻ, അവന്റെ ഹിക്മത്ത് മനസ്സിലാക്കാൻ, അവന്റെ യുക്തിയെ മനസ്സിലാക്കാൻ. ഇത് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എന്ത് സാധിക്കും? കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേത് എന്താണ് പറഞ്ഞത്? നാവ് കൊണ്ടുള്ള ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒന്നാമത് പറഞ്ഞത് എന്താ? അൽസിം ലിസാനക ദിക്റല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ നിന്റെ നാവിൽ എപ്പോഴും ഉണ്ടാവട്ടെ. അത് നഷ്ടപ്പെടുന്നതിന് സമയം ഉണ്ടാവരുത്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് എളുപ്പമായി മാറും. ശൈത്താൻ നമ്മളിൽ നിന്ന് ഓടി അകലുന്ന അവസ്ഥയുണ്ടാവും. അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ. അതുപോലെ ദുആഹു, അള്ളാഹുവിനോട് ചോദിക്കുക. ദുആ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, നമുക്ക് അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കി തരുന്ന കാര്യമാണ്. നിസ്സാരമായ കാര്യമായിക്കോട്ടെ, അത് ചോദിക്കുക. ഇതിൽ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയുന്നത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇസ്തിഗ്ഫാറഹു, ഇസ്തിഗ്ഫാറുകൾ ചോദിക്കുക. ഔ ഖിറാഅത്തി ഖുർആൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്യുക. അല്ലെങ്കിൽ ഔ ഇൽമിൻ, ഇൽമ് പഠിക്കാൻ. ഔ തഅലീമിൻ, അത് പഠിപ്പിച്ചു കൊടുക്കാൻ. നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ, ജനങ്ങൾക്കിടയിൽ സുൽഹകൾ ഉണ്ടാക്കാൻ. അതിനെല്ലാം നിന്റെ നാവ് നീ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അവയവങ്ങളെ പറ്റി പറയുന്നിടത്ത് ഒന്നാമത് പറഞ്ഞു അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ വേണ്ടി നീ പരിശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ടത് മറ്റുള്ള സൃഷ്ടികൾക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിന്റെ അവയവങ്ങൾ കൊണ്ട് നീ പ്രവർത്തിക്കുക. അതിൽ ഏറ്റവും ഉപകാരം ഉണ്ടാക്കുന്നത് അവരുടെ ദീനിന് ലഭിക്കുന്ന ഉപകാരമാണ്. ഏതൊരാൾക്കും, നമ്മളൊരു ദീനില്ലാത്ത ഒരു കാഫിറായിട്ടുള്ള ഒരാൾക്ക്, അയാൾക്ക് എന്തൊക്കെ ദുനിയാവി ആയത് നൽകിയാലും അയാൾക്ക് അള്ളാഹുവിനെ പറ്റിയും തൗഹീദിനെ പറ്റിയും ദീനിനെ പറ്റിയും പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ വലുതാവില്ല എന്ത്? മറ്റുള്ള കാര്യങ്ങൾ. കാരണം ഇതാണ് അവൻ ഏറ്റവും ഉപകാരപ്പെടുന്നത്. അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അവരുടെ ദീന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക, അതിനെ അറിയിച്ചു കൊടുക്കുക. ഈ കാര്യങ്ങൾ നീ പ്രവർത്തിക്കുക എന്ന് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയുകയാണ്. പക്ഷേ അള്ളാഹ് ഇതിൽ ഒന്നാമത്തെ ഫസ്ല് അവസാനിച്ചു. ദുനിയാവുമായി ബന്ധപ്പെട്ട് അടുത്തത് മുഫ്സിദാത്തുൽ അമാൽ, കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ. 2-3 ചെറിയ റിസാലയാണ്, 2-3 ഫസ്ലുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ളത് അടുത്തൊരു മജ്ലിസിൽ നമുക്ക് വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള വസീയത്തുകൾ അത് ജീവിതത്തിൽ പകർത്താനും അത് കൊണ്ടു നടക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുനിയാവിൽ ഏറ്റവും ഉപകാരമെടുക്കുന്ന, പരലോകത്തേക്ക് ഏതൊരു നിമിഷത്തിലും അതിന് പകരം പരലോകത്തൊരു നന്മ ലഭിക്കുന്ന കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.